നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം 2026-2027 വർഷത്തെ ചോതി നക്ഷത്രത്തിന്റെ വിഷുഫലമാണ്. സാധാരണയായിട്ട് വിഷുവിന് മുമ്പാണ് നമ്മൾ ഫലം പറയാറുള്ളത്. പക്ഷേ ഈ സമയത്ത് നിമിത്ത ഫലങ്ങൾ അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫലങ്ങൾ പറയാതിരുന്നത്. നിമിത്ത ഫലങ്ങൾ നല്ലതല്ല എങ്കിൽ ഒരു നക്ഷത്രത്തിന്റെ ഫലം നമ്മൾ പ്രവചിക്കുമ്പോൾ അത് പൂർണ്ണമാക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഈ ചോതി നക്ഷത്രത്തിന്റെ ഈ ഫലം അറിയുന്നത് കൊണ്ട് ഈ ഒരു വിഷുവർഷക്കാലം ചോതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയുവാനും ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചോദ്യ നക്ഷത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇവരുടെ സ്വഭാവങ്ങളും രീതികളും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതറിയാവുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് ഫലത്തിലേക്ക് പോവുക. ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവര് കൂടുതൽ ആളുകളും ഈശ്വരവിശ്വാസികളും പരോപകാരികളും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. വിമർശനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. അഭിമാനികളായിട്ടുള്ള ഇവര് സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നതല്ല. സ്വന്തം പ്രവർത്തനത്തിലൂടെയും പരിശ്രമത്തിലൂടെയുമുള്ള നേട്ടങ്ങളാണ് ഇവർക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത്. സ്വന്തക്കാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമൊന്നും പറയത്തക്ക നേട്ടങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. 30 വയസ്സിന് ശേഷമാണ് ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുന്നത്. സാങ്കല്പികമായിട്ടുള്ള ലോകത്ത് വിഹരിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് ഇവര്. ലളിതകലകളിലും സാഹിത്യത്തിലുമൊക്കെ തൽപരരായിരിക്കും ഇവര്. സ്വന്തക്കാർക്ക് വേണ്ടി ചെയ്യുന്ന സഹായ സഹകരണങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ടാണ് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആശ്രയിച്ചു വരുന്നവരെ ഇവര് സഹായിക്കുന്ന ആളുകളാണ്. ധാർമ്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകുന്ന ആളുകളാണ്. ഇവർക്ക് സ്വദേശം വിട്ട് ഉള്ള ഒരു വാസമാണ് പറഞ്ഞിരിക്കുന്നത്. അന്യദേശവാസമാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത്. ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ ഇവർക്കെതിരെ ഉണ്ടാവുന്നതാണ്. ഔദ്യോഗിക രംഗത്തൊക്കെ ഇവർക്ക് മികവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രക്കാരാണ്. ഇത്രയുമാണ് ചോദ്യ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവ രീതികള്. അപ്പോൾ ഇനി നമ്മൾ 2026-27 വിഷുഫലത്തിലേക്ക് കടക്കുകയാണ്. ഈ വിഷുഫലം നമ്മൾ 4ആയിട്ട് തിരിച്ച് 3 മാസത്തിലെ പ്രധാനപ്പെട്ട ഫലങ്ങളായിട്ടാണ് പറയുന്നത്. 3 മാസം വീതമുള്ള 4 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ആദ്യമായിട്ട് ഏപ്രിൽ 15, മെയ്, ജൂൺ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത്. ഔദ്യോഗിക ജീവിതത്തില് ഈ സമയത്ത് ചില നിരാശാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചെലവുകളൊക്കെ അധികരിക്കുന്നതാണ്. വസ്തു സംബന്ധമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റിയൊരു സമയമാണ്. സൗഹൃദത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകില്ലെങ്കിലും പണം നഷ്ടപ്പെടാതെ ഉള്ള ഒരു ക്രയവിക്രയങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തില് സന്തോഷം കൈവരുന്നതാണ്. ഈ 3 മാസത്തെ ഫലം നോക്കുമ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണെങ്കിലും ഗുണങ്ങൾ കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അന്യമതത്തിൽപ്പെട്ട ആളുകൾ അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് അവരവരുടെ ദൈവത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. അന്യദേശത്തേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടൊക്കെ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹമൊക്കെ സഫലമാകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന മാസങ്ങളാണ് ഇത്. ബിസിനസ് കാര്യത്തിലും പുരോഗതി ഉണ്ടാവുന്നുണ്ട്. സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പറ്റിയൊരു സമയമാണ്. ഭവന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശരീരത്തിനും മനസ്സിനുമൊക്കെ ബലം കൂടുന്ന ഒരു സമയമാണ്. അതികഠിനമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചിതമാകുന്ന ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാലും യാത്രകളിലൊക്കെ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭവന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സഹോദരങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ സൗഹൃദങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു സമയമാണ്. ബിസിനസ്സിലായാലും നിങ്ങളുടെ തൊഴിലിലായാലും വലിയൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റമായിരുന്നു അത്. ആ മാറ്റം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നതാണ്.
സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തിന്റെ താരകാസ്ഥിതിയും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ വളരെ അനുകൂലമായിട്ട് വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് ലാഭമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ ഒരു ശുഭ പര്യവസായിയായിട്ട് മാറുന്നതാണ്. വിവാഹത്തിലേക്കൊക്കെ അത് വന്ന് കലാശിക്കുന്നതാണ്. വാഹന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ഉയരുന്നതാണ്. ഒന്നിലധികം സ്രോതസ്സിലൂടെ സമ്പത്ത് വന്നു ചേരുന്നതാണ്. പുത്തൻ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ്. രോഗങ്ങളാല് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ രോഗശാന്തി ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് ഉദര രോഗങ്ങൾക്ക് ഒക്കെ ഒരു ശാന്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉള്ള ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. അപ്പോൾ 2026 ഇനി വരാനുള്ള കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഏപ്രിൽ മെയ് മാസം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അങ്ങോട്ട് എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. 2027 തുടക്കം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 2027 ജനുവരി, ഫെബ്രുവരി, മാർച്ചില് ഈ വിഷുബലം മൂലം ചോദ്യ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകളൊക്കെ നിറവേറുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്ത് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് വൻ പുരോഗതിയാണ് കാണുന്നത്. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം വിജയകരമായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബാന്തരീക്ഷം വളരെ സന്തോഷകരമാകുന്ന ഒരു സമയമാണ്. കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. 2027 തുടക്കം നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വലിയൊരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. എല്ലാം കൊണ്ടും വളരെയധികം ഭാഗ്യമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഈ സമയം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 2026, 2027 വിഷുബലം നോക്കുമ്പോൾ ചോദ്യ നക്ഷത്രക്കാരുടെ ഫലം എടുക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് കാണുന്നത്. ചില യോഗങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. രാജയോഗങ്ങൾ പോലെയുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ഗജകേസരി യോഗമൊക്കെ നിങ്ങളുടെ നക്ഷത്രത്തിന് അനുഭവ വേദ്യമാകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇത് ചോദ്യ നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജന്മ സമയമനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും പൊതുഫലമായതുകൊണ്ട് ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വന്ന് ഭവിക്കുന്നതാണ്. ഈ ഫലങ്ങള് സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ പൊതുവായിട്ടുള്ള ഫലമാണ്. ചോദ്യ നക്ഷത്രത്തിൽ പറഞ്ഞ എല്ലാവർക്കും ഈ ഫലങ്ങള് ബാധകമാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.